ഫ്രണ്ട് മഡ് ഗാർഡ് നമ്മൾ PPF ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് PPF? ഇതിന് വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി ഒരിക്കലും നമുക്ക് രണ്ടാമത് പെയിൻറ്റ് ചെയ്താൽ കിട്ടത്തില്ല. ഇത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? രണ്ടാമത് ചെയ്താൽ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ കോട്ടിങ്ങിൽ വരുന്ന എന്ത് സ്റ്റോപ്പ് ബബിളിംഗ് ആണെങ്കിൽ 0 കോസ്റ്റ് ക്ലിയർ ചെയ്യും. ആക്സിഡന്റ് കേസ് എന്തെങ്കിലും ആണെങ്കിൽ ഏത് പോർഷനാണോ ഡാമേജ് ആയിരിക്കുന്നത് അത് 50% റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ആ ഡോർ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു, ആ ഡോർ നമുക്ക് പിന്നെ നമുക്കിപ്പോൾ ഡോറിൽ ഇപ്പോൾ ഒരു ചെറിയ തട്ടൽ വന്നു, PPF ഡാമേജ് ആയി, നമ്മൾ ആ ഒരു പീസ് മാത്രം അതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് അതിന് നേരെ പകുതി. ഞാൻ ചോദിക്കുന്നത് ഈ പെയിന്റിന് പ്രശ്നം വരുമോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ പെയിന്റ് വാറണ്ടിയിൽ റിമൂവ് ചെയ്ത് തരും. നിങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ മതി, നമ്മൾ പെയിന്റ് വാറണ്ടിയിൽ റിമൂവ് ചെയ്ത് തരും. കേട്ടിട്ടുള്ളൊരു കാര്യം കൂടെ ചോദിക്കാം. ഈ ഗ്രാഫീൻ കോട്ടിങ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് ചെയ്ത വാഹനം വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയും, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫീൻ കോട്ടിങ് ചെയ്ത വണ്ടിയാകുമ്പോൾ നമ്മൾ കുറച്ച് പോളിഷിങ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോളിഷിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറഞ്ഞുതരാം. പോളിഷിൽ ഇരിക്കുന്ന ഒരു ഗ്ലോസി വാഹനമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റ് വാഹനമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ മാറ്റ് ഗ്ലോസിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഗ്ലോസി സ്റ്റിക്കറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഇനി ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു വെറൈറ്റി കാര്യം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം അല്ലെങ്കിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേണമെന്ന് വെക്കുന്ന ഒരു കാര്യമാണ് വാഹനം ബാക്കിയുള്ളവർ കാണുന്ന സമയത്ത് ഒരു വാവ് അല്ലെങ്കിൽ ഒരു വാവ് എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതൊരു ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ വാഹനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് വാഹനം കാണാൻ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരും ഒന്ന് നോക്കും. നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസ് തന്നെയാണ്. അതായത് മെയിൻ്റെനൻസ് വീഡിയോയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യം, ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്കും വാഹനം എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ആഗ്രഹമുള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ വാഹനം ഇതുപോലെ കൊണ്ടു നടക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓട്ടോട്രോക്സ് എന്ന് പറയുന്ന കൊച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ്. ശരിക്കും ഇവർ ചെയ്യുന്ന പരിപാടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ തന്നെയുള്ള അശ്വിൻ വരെ നമ്മുടെ സെയിൽസിലെ ടീമിനോട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. യെസ്, അപ്പം നമസ്കാരം. നമുക്ക് അശ്വിനെ ഒന്ന് പരിചയപ്പെടാം. അശ്വിൻ ഇവിടുത്തെ സെയിൽസിലെ പ്രൊമോട്ടറാണ്. അപ്പം അശ്വിനോട് ചോദിച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. കാരണം നമുക്ക് വാഹനത്തിനെക്കുറിച്ച് ഞാൻ തുടക്കം പറഞ്ഞ പോലെ വാഹനത്തിനെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ വാഹനത്തിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം ഇത് ഫുള്ള് കാണണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ്, കാരണം എനിക്കും കുറേ പുതിയ അറിവുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ഈ ഓട്ടോട്രോക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോക്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? നമ്മളിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. 4 വർഷം. നമ്മളിപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഒരു 3500-ന് മുകളിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വാവ്, അടിപൊളി. ഇപ്പം ഞാൻ വന്നപ്പോൾ ഏതായാലും ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബൈക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബൈക്കൊക്കെ മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ അതോ നമ്മൾ കൂടുതലും ബൈക്സ് ആണ് ചെയ്യുന്നത്, കാറുകളും ചെയ്യുന്നുണ്ട്. ബൈക്സും കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചെയ്യുന്ന ഒന്ന് കാണിക്കാന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞും കാണിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഷുവർ. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ അതെ, ഈ ഒരു വാഹനം നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്, ഇതിപ്പം ഞാൻ അശ്വിനോടൊന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് എനിക്ക് അറിയാനുള്ളത്. അതായത് ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇതിൽ ടാങ്കിൽ ഫ്രണ്ട് മഡ് ഗാർഡ് നമ്മൾ PPF ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് PPF, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ PPF എന്താണെന്ന് നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞോളൂ. PPF എന്ന് പറയുമ്പോൾ ഒരു ഫിലിമാണ്, ഫിലിമാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലിം നല്ല പല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന TPU ക്വാളിറ്റി ഫിലിമാണ്. TPU എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെങ്കിൽ പല ക്വാളിറ്റി ഗ്രേഡ്സ് ഉണ്ട്. TPU ക്വാളിറ്റി ഉണ്ട്, TPH ക്വാളിറ്റി ഉണ്ട്. 2 ഗ്രേഡ്സ് ഫിലിംസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ TPU ആണ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ഫിലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും. TPU ക്വാളിറ്റി ഫിലിംസ് ആകുമ്പോൾ സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഹൈഡ്രോഫോബിക് നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് വെള്ളത്തിന്റെ കണ്ടന്റ് പിടിച്ച് നിൽക്കില്ല. എന്നാൽ ആദ്യം പറഞ്ഞൊരു കാര്യം സെൽഫ് ഹീലിംഗ്, അതെന്താണെന്നുള്ളത്. കാരണം സെൽഫ് ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ഏകദേശം മനസ്സിലായി. എന്നാൽ കാണുന്ന ആൾക്കാർക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കി. ഇപ്പോൾ PPFന് പുറത്ത് വരുന്ന ചെറിയ സ്ക്രാച്ചുകൾ സെൽഫായിട്ട് ഹീലായി പോകോളും. അതായത് ചെറുതായിട്ടൊരു ഈ സാധാരണ നമ്മുടെ വാഹനം പുല്ലേലൊക്കെ വരെയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുല്ലേൽ വരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് ചോദിച്ചാൽ സ്ഥിരം പോകുന്ന വഴിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ ആ സൈഡ് മുഴുവൻ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കാരണം അത് പലർക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെ ഒരു പാട് ഇതിനകത്ത് വരത്തില്ലെന്നാണോ പറയുന്നത്? ചെറിയ സ്ക്രാച്ചുകളാണെങ്കിൽ സെൽഫായിട്ട് ഹീലായി പോകും. പക്ഷേ ഒരിക്കലും വലിയ സ്ക്രാച്ചുകൾ സെൽഫായിട്ട് ഹീലാകത്തില്ല. ഒരു പരിധി കൂടുതൽ ഡീപ്പായിട്ട് വരുന്ന സ്ക്രാച്ചുകൾ സെൽഫായിട്ട് ഹീലാകത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ചെയ്യുന്നത് ശരിക്കും സ്ക്രാച്ച് വരാതിരിക്കാനാണെന്ന് പറയാൻ പറ്റുമോ?
നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങൾ പെയിന്റിലോട്ട് വരത്തില്ല. PPF പുറത്ത് സ്ക്രാച്ചും കാര്യങ്ങളും വരില്ല എന്ന് പറയാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പോയിന്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ പെയിന്റ് ക്വാളിറ്റി ഒരിക്കലും നമുക്ക് രണ്ടാമത് പെയിന്റ് ചെയ്താൽ കിട്ടത്തില്ല. ഇത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? രണ്ടാമത് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ കോട്ടിങ്ങിൽ വരുന്ന എന്ത് സ്ക്രാച്ച് ആണെങ്കിലും നമുക്ക് രണ്ടാമത് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പെയിന്റ് കളഞ്ഞതിന് ശേഷം പിന്നെയും നമ്മളൊരു പ്രൈമർ അടിച്ച് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പെയിന്റിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ പെയിന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫിലിം കാരണം ഞാനും ഇങ്ങനെ ആലോചിച്ചൊരു കാര്യം, ഒരു ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വേറെ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാഹനത്തിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പറിച്ച് കളഞ്ഞപ്പോൾ ആ പശ അവിടെ നിന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന പശ നിൽക്കത്തില്ലെന്നുള്ളത്. പശ മാത്രമല്ല, ഇപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ പെയിന്റ് കൂടെ പോരാനും 100% സാധ്യതയുള്ള കാര്യമാണ്. നമ്മളിവിടെ ചെയ്യുന്ന വണ്ടികൾക്ക് 5 വർഷം വരെ വാറണ്ടി ഉണ്ട്. 5 ഇയേഴ്സ് വരെ വാറണ്ടി. ഈ വാറണ്ടി പീരീഡിനകത്ത് ഇപ്പോൾ പീൽ ഓഫ് ആയി പോരാ, അല്ലെങ്കിൽ ബബിൾസ് വരാം, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ 0 കോസ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. വാവ്, നല്ലൊരു കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സൺഫിലിം ഒട്ടിക്കാൻ വേണ്ടി ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് സൺഫിലിം ഒട്ടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതിനകത്ത് ബബിൾസ് വന്നു. ആദ്യം അവർ എന്നോട് പറഞ്ഞ കുറച്ച് നാൾ കഴിയുമ്പോൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറയാം, ആ ബബിൾസ് പോയിട്ടില്ല. ഇന്നും ഞാൻ കാണിച്ചാൽ എൻ്റെ വാഹനത്തിൽ അതുപോലെ ബബിൾസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഞാൻ പിന്നീട് ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ ബബിൾസ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തത്? നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. 0 കോസ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത്. പേയ്മെൻറ്റ് ഒന്നും വരത്തില്ല. അടിപൊളി കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും പൈസ നമ്മൾ മുടക്കുമ്പോൾ അപ്പം കുറച്ച് പേരെങ്കിലും ചോദിക്കും, അത്രയും പൈസ എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടോ ബൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ബൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു മീറ്റിയോറിൻ്റെ ടാങ്ക് ചെയ്യാനായിട്ട് 3600 വരും. 2 ഇയർ വാറണ്ടിക്ക് 3600 വരും. 2 ഇയേഴ്സ് വാറണ്ടി. അപ്പോൾ 5 ഇയേഴ്സ് 4500 രൂപ. ഓക്കെ. അപ്പോൾ ചെറിയൊരു റേറ്റിന് വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ടോ? അതോ ചെറിയൊരു ഡിഫറൻസ് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ആ ഒട്ടിക്കുന്ന ക്വാളിറ്റിയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഈ പശ ഒട്ടത്തില്ലെന്നൊരു കേസ് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? സാധാരണ ഏതൊരു ഇതിലാണെങ്കിലും പശ ഒട്ടിയിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ട്? നമ്മൾ വാറണ്ടിനെ പറ്റി ഫുള്ളും പറഞ്ഞില്ല. ഈ പറഞ്ഞ പീൽ ഓഫ് ബബിളിംഗ് ആണെങ്കിൽ 0 കോസ്റ്റ് ക്ലിയർ ചെയ്യും. ആക്സിഡൻറ്റ് കേസ് എന്തെങ്കിലും ആണെങ്കിൽ ഏത് പോർഷനാണോ ഡാമേജ് ആയിരിക്കുന്നത് അത് 50% റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ എൻ്റെ ഒരു വാഹനം ഇപ്പോൾ നിങ്ങൾ കാറിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാറിൽ ഒരു ഡോറ് ഞാനിപ്പം പെയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ആ ഡോറിന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. ആ ഡോറ് നമുക്ക് പിന്നെ ചെയ്യണം. ഇപ്പോൾ ഡോറിൽ ഇപ്പോൾ ഒരു ചെറിയ തട്ടൽ വന്നു, PPF ഡാമേജ് ആയി. നമ്മൾ ആ ഒരു പീസ് മാത്രം അതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് അതിന് നേരെ പകുതി കോസ്റ്റിന് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതിന് നേരെ 50% റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ഡൗട്ട്. നമ്മളിപ്പോൾ ആ ഡോറ് ചെയ്തു, ആ ഡോറിന് ഒരു പെയിൻറ്റിങ് വന്നു, ആ ഡോറ് ഫുള്ളായിട്ടായിരിക്കും ഞാൻ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ പിന്നീട് ആ ഡോർ ഫുള്ള് നിങ്ങൾ ചെയ്യണം. ഡോർ ഫുള്ളും നമ്മൾ ചെയ്യണം. അതിന് 50% അതിൽ ലാഭം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് അടുത്തൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോറിൻ്റെ കേസായിട്ട് നമ്മൾ കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡോർ നമ്മൾ പൊളിക്കുന്നില്ല, ഞാൻ ആ ഡോർ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ എനിക്ക് ഇതുപോലെ തന്നെ ചെയ്ത സമയത്ത് ബാക്കിലത്തെ ഡോറിലും കൂടി ചെറുതായിട്ട് സ്ക്രാച്ച് വന്നു. ആ ഡോറിൽ എനിക്ക് പെയിൻറ്റിംഗ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെയാണെങ്കിലും അത് പൊളിച്ച് എനിക്ക് പുതിയത് ഒട്ടിച്ചേ പറ്റത്തുള്ളൂ. എന്ന് പറയുമ്പോൾ PPFന് ഡാമേജ് വന്നു, വണ്ടി തട്ടി ബാക്കിലെ ഇതിന് PPFന് മാത്രം, ഡോറിന് കുഴപ്പമില്ല. ഡോറിന് കുഴപ്പമില്ല, PPF നമുക്ക് റിമൂവ് ചെയ്യണം. ഇവിടെ കൊടുത്താൽ മതി. അല്ല, അങ്ങനെയാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പെയിന്റിന് പ്രശ്നം വരുമോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ പെയിന്റ് വാറണ്ടിയിൽ റിമൂവ് ചെയ്ത് തരും. നിങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നാൽ മതി, നമ്മൾ പെയിന്റ് വാറണ്ടിയിൽ റിമൂവ് ചെയ്ത് തരും. എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഗമ്മിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, പെയിന്റിന് യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് നമ്മൾ വാറണ്ടി തരും. അല്ല, അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ വാഹനത്തിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ പോലും എനിക്കത് പിന്നെ റബ്ബിംഗ് ഒക്കെ വെച്ച് തൂത്ത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ കോട്ടിൻ്റെ ഒരു ഭാഗം പോകും. അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണ്. അതല്ലെങ്കിൽ തന്നെ ഗമ്മ് അതൊന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അത് നിങ്ങൾ ചെയ്യുമ്പോഴും അത് തന്നെ ആയിരിക്കുമല്ലോ. റബ്ബ് ചെയ്ത് കളയുക അങ്ങനെയാണോ, അതോ ഈ പക്ഷേ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കത്തേ ഇല്ലെന്നാണ്? നമ്മൾ കളയല്ല, ശരിക്കും ഇത് പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഹീറ്റ് ചെയ്തല്ല ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് ചെയ്യാണ്ടായിരിക്കും ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഗമ്മിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്നതിന് നല്ലത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്നാൽ അതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പറിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന പുതിയതായിട്ട് ഒട്ടിച്ച വല്ല വാഹനം നമുക്കിപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്, 2 വർഷം മുമ്പ് നമ്മൾ ചെയ്ത വണ്ടിയാണ്. അടിപൊളി. അപ്പോൾ 2 വർഷം മുമ്പ് ചെയ്താണെങ്കിൽ നമുക്ക് കാണും. അപ്പോൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും 2 വർഷം ഉണ്ടോ ഇല്ലെന്ന്. അത് ചെളിയൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം അറിയാൻ പറ്റും. ശരി, അത് റിമൂവ് ചെയ്ത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഷുവർ ആയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ആ പ്രോസസ്സിലോട്ടൊന്ന് പോകാം. 2 വർഷം മുമ്പ് ഇവിടെ ചെയ്ത വണ്ടിയാണ്. ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ അത് ഏകദേശം എനിക്ക് വിശ്വാസമായി 2 വർഷം മുമ്പ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ചെളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചെളി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അത് കളയാൻ ഓപ്ഷൻ ഉണ്ടോ? കസ്റ്റമർ കളയാൻ ഓപ്ഷൻ ഉണ്ടോ? ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ചുമ്മാ നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയോ, അതോ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തുടച്ചാൽ മതി? ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അതല്ല, കസ്റ്റമർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിൽ എവിടെയാണ് നമുക്ക് ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞത്? നമുക്ക് ഈ വണ്ടി ഒന്ന് തട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ശരി. അപ്പം ഈ പറഞ്ഞ രീതിക്ക് ഇവർ പറയുന്നത് ഒരു കാരണവശാലും ഇത് പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ പശ നിൽക്കത്തില്ല. പശ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് കൺവിൻസിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ ടിഷ്യൂ തന്നിട്ടുണ്ട്. ഈ ടിഷ്യൂ വെച്ച് നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ പശയുടെ പുറത്തേലും നിങ്ങൾക്ക് ടിഷ്യൂ ഫ്രീ ആയിട്ട് ഓടത്തില്ല. നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഓക്കെ.
സംഗതി സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടില്ല പറിച്ച് കളയാറുണ്ട്. നമുക്ക് ആർക്കും അതായത് നാളെ ഒരു സമയത്ത് ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞ് എൻ്റെ വാഹനത്തിൻ്റെ പഴയ പെയിൻറ്റ്, അതായത് ആ ഒരു പുതുമ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറിച്ച് കളഞ്ഞാൽ തീർന്നു. പറിച്ച് കളഞ്ഞാൽ മതി. 5 വർഷം കഴിഞ്ഞ് നമ്മളിത് വെറുതെ പറിച്ച് കളഞ്ഞാൽ മതി. വണ്ടി ആ പുത്തം പോലെ ഇരിക്കും. പുത്തം പോലെ ഇരിക്കും. ഇത് ഈ വാഹനം എടുത്ത ഉടനെ ചെയ്യുമായിരുന്നോ അതോ? ഈ വണ്ടി എടുത്ത ഉടനെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ആ ഒരു പെയിൻറ്റിൻ്റെ ഗ്ലേസിങ് ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കാം പെയിൻറ്റിലോട്ട് അത് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. യെസ്, പെയിൻറ്റിലോട്ട് ചെറിയൊരു രീതിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാറ്റം വരും. നമുക്ക് ഈ ഒരു സ്ക്രാച്ച് നമുക്ക് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിക്കാം. ഏതായാലും നമ്മൾ പറഞ്ഞൊരു ടെസ്റ്റിലോട്ട് വരാം. പക്ഷേ ഈ പോർഷനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ ഫ്രീ ആയിട്ട് ഓടത്തില്ല. ഓക്കെ, കണ്ടോ, കൈ പോലും നമുക്ക് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഏതായാലും പശ എന്ന് പറയുന്നൊരു ഐറ്റം വന്നിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഇത് ഒട്ടിക്കുന്നത്? കാരണം സാധാരണ നമ്മുടെയൊക്കെ ഫിലിം ഒട്ടിക്കുന്ന സമയത്ത്, ഗ്ലാസ്സിലൊക്കെ ഫിലിം ഒട്ടിക്കുമ്പോൾ ശരിക്കും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്ത് ചെയ്യുന്നത് പറഞ്ഞ് പോരാതിരിക്കാൻ, അതുപോലെ പിടിച്ചിരിക്കാനാണ്. പക്ഷേ നാളെ ഒരു സമയത്ത് ഈ ഫിലിം പറിച്ച് കളയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഗ്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ പശയാണ്. ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇത് ശരിക്കും നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കുന്നുണ്ടോ? ഗ്ലാസ്സിൽ നമ്മൾ ചെയ്യാറില്ല. ഒട്ടത്തില്ല, ഗ്ലാസ്സിൽ ഒട്ടത്തില്ല. പെയിന്റ് മാത്രമേ ഇത് ഒട്ടത്തുള്ളൂ. പെയിന്റിൽ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാഹനത്തിന്റെ എല്ലാ പോർഷൻസിലും ഇത് ഒട്ടിക്കാൻ പറ്റുമോ? മെറ്റൽ സർഫസിലൊക്കെ ഒട്ടിക്കാൻ പറ്റും? നമുക്ക് പെയിന്റഡ് പോർഷൻസിൽ മാത്രമാണ് PP ഒട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മീറ്റേഴ്സിലൊക്കെ നമുക്ക് മീറ്റേഴ്സിൽ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ മീറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബേർഡ് ഡ്രോപ്സ് ഒക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് പെയിൻറ്റിലോട്ട് ഇറങ്ങുന്നൊരു പ്രശ്നം വരുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് വാഹനം റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ പുറത്തിടുകയാണെങ്കിൽ തന്നെ ബേർഡ് ഡ്രോപ്പിങ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരൊക്കെ, അതായത് വാഹനം അധികം ശ്രദ്ധിക്കുന്നില്ലാത്ത ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനെ ബേർഡ് ഡ്രോപ്പിങ്സ് ഒക്കെ വീണ് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇത് ക്ലിയർ കോഡിലോട്ട് ഇറങ്ങും. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ബേർഡ് ഡ്രോപ്സ് ഒക്കെ വീഴുമ്പോൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കളയാൻ നോക്കണം. കാരണം അതിൻ്റെ ഇത് ക്ലിയറിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഈ PPFന്റെ പുറത്തോട്ട് വീണ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നാലും ബേർഡ് ഡ്രോപ്സ് വീഴുകയാണെങ്കിൽ മാക്സിമം നേരത്തെ കളയാം, വാഷ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, ശരി. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഫെയ്ഡിങ്ങോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായിരിക്കും. അതായത് സാധാരണ വാഹനങ്ങളെ കഴിഞ്ഞും നമ്മൾ വെയിലത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ ഫെയ്ഡിങ് നമുക്ക് വരുന്നില്ല. അങ്ങനെ ഇതുപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടുക്കനായി നല്ല സ്മൂത്തായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ PPFന്റെ കോട്ടിങ് അവർ തിരിച്ച് പിന്നെ ഇതുപോലെ പുതിയ കോട്ടിങ് ഒട്ടിക്കുകയാണ്. ഒരു കസ്റ്റമറോട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏതായിരിക്കും നല്ലത്? PPF കഴിഞ്ഞാൽ, കാരണം PPF അത്യാവശ്യം നമുക്ക് റേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു കാറിന് വരുമ്പോൾ PPF വരുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് ഹൈ ആണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ഓർ ഗ്രാഫൈൻ ചെയ്യുകയാണെന്നുണ്ട് ഇതിൽ ഏതാ ചെയ്യുന്നതായിരിക്കും? സെറാമിക് ഗ്രാഫൈനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെറാമിക്കിനായിരിക്കും കുറച്ചുകൂടി റേറ്റ് കുറവ്. അതായത് പോളിഷിങ്ങിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ പോളിഷിങ്ങിന് വാറണ്ടി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ, കാരണം നമുക്ക് പോളിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് എടുക്കുക. അതെ, നമുക്ക് ഓൾറെഡി ഉള്ള സ്ക്രാച്ചുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് വിടും. പിന്നെ അതിൽ സ്ക്രാച്ച് വരാം. പ്രൊട്ടക്ഷൻ സൈഡ് നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് പോളിഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് ഈ വാഹനത്തിലേക്ക് ഒന്നും ചെയ്യേണ്ടത്. തെറ്റായ ഒരു ധാരണയാണ്. കാരണം അതേ സ്ഥാനത്ത് സെറാമിക് കോട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ ബെനിഫിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ PPF ചെയ്യുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഈ ഡീസൽ വാഷ് ഒഴിവാക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. ഡീസൽ വാഷ് നല്ലതല്ല ഈ സെറാമിക് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ടാറും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടോ കാറിലൊക്കെ ചെയ്യുമ്പോൾ? ബൈക്കിൽ ഇപ്പോൾ അത്രയും നിങ്ങൾ ഫേസ് ചെയ്തില്ലായിരിക്കും. പക്ഷേ കാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ടാറ് നന്നായിട്ട് പറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ബൈക്കിലും ഉണ്ട് ഈ സെയിം ഇഷ്യൂ ഉണ്ട്. ബൈക്കിലും വരും ഈ ടാറും കാര്യങ്ങൾ. ഇത് കളയാനായിട്ടാണ് ഈ പറഞ്ഞ ഡീസൽ വാഷിംഗ് പെട്രോൾ യൂസ് ചെയ്യുന്നത്. ഷുവറല്ല, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഡീസൽ വാഷ്. അപ്പോൾ അതിന് പെയിന്റ് ക്വാളിറ്റിക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. പെട്രോൾ വാഷ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെയിന്റിന് ഇഷ്യൂസ് വരും. കാര്യം ടാറ് കാര്യങ്ങൾ പെട്ടെന്ന് റിമൂവ് ആയി പോകും. പക്ഷേ അത് ലോങ് ടൈമിൽ പെയിന്റിന് ഇഷ്യൂസ് വരും. അതെ. അങ്ങനെ ആകുമ്പോൾ ഇതിപ്പം ചെയ്യുകയാണെങ്കിൽ ഇത് കഴുകിക്കളയാൻ എളുപ്പമുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. PPF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PPF അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ഗ്രാഫൈനൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. യെസ്, അപ്പം കുറച്ചുകൂടെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് വാഷ് ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ എളുപ്പമായിരിക്കും. സെറാമിക് ആയാലും ഗ്രാഫൈൻ ആയാലും കുറച്ചുകൂടി വണ്ടിയുടെ ഗ്ലോസ്നെസ് കൂടും, ഫെയ്ഡിങ് വരത്തില്ല. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ്. കേട്ടിട്ടുള്ളൊരു കാര്യം കൂടെ ചോദിക്കാം. ഈ ഗ്രാഫൈൻ കോട്ടിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് ചെയ്ത വാഹനം വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയും. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്ത വണ്ടി ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതായത് സാധാരണ തുണി കൊണ്ട് തുടയ്ക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടോ? അതോ അല്ലല്ല, അതൊന്നും ഇഷ്യൂ ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ സെറാമിക് ചെയ്ത് പ്രൊട്ടക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോയി വെയിലത്ത് ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല.
അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. സെറാമിക്കിൽ ഗ്രാഫിൻ കോട്ടിങ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അത് നല്ലൊരു പോയിന്റാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ PPF കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട്. അതായത് എൻ്റെ കാറിൽ ഞാനിപ്പോൾ PPF കോട്ടിങ് ചെയ്തു, അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ എന്തെങ്കിലും നാളെ തൊട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇനി വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സാധാരണ ഞാൻ വാഷ് ചെയ്യുന്ന പോലെ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട. PPF ആകുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട. സാധാരണ ഞാൻ എങ്ങനെ വാഷ് ചെയ്യുന്നു, അപ്പോൾ എങ്ങനെ വാഷ് ചെയ്യുന്നു, ഇതിനകത്ത് കയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തന്നാൽ മതി, സെറ്റ് ചെയ്ത് തന്നോളൂ. നമ്മളത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഒരു കാര്യമുണ്ട്, ചെയ്തിട്ട് 2 ആഴ്ച ടൈം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അത് ക്ലിയർ ആവാനായിട്ട് 2 ആഴ്ച സമയം എടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 ആഴ്ച പീരീഡിൽ നമ്മൾ പ്രഷർ വാഷിംഗ് ചെയ്യാൻ പാടില്ല. 2 ആഴ്ചത്തേക്ക് പ്രഷർ വാഷിംഗ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം വരും. കാരണം PPF പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ഓൺ ആവാൻ എടുക്കാനായിട്ട് 2 ആഴ്ച സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഹീറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞോണ്ട്, ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ സെറ്റ് ആയിപ്പോളും. പക്ഷേ ഹീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഞാൻ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് പറയാം. കാരണം ഒരു സ്റ്റിക്കർ അഴിച്ച് കളഞ്ഞിട്ട് പോലും അതിനകത്ത് ഒരു പാട് പോലും, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു പശയുടെ അംശം പോലും ഇല്ലാത്തൊരു വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് ഞാനത് പറയാം. നമ്മുടെ ഇവിടുന്ന് ചെയ്ത് പോകുന്നൊരു വണ്ടിയിൽ എന്തായാലും വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ശരി, അത് 2 ആഴ്ചത്തേക്ക് നിങ്ങൾ സമയം പറയുന്നുണ്ട്. എന്നാലും ശരിക്കും എനിക്കൊന്ന് ഒരാഴ്ച എങ്ങാണ്ട് മതി. നമ്മളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നല്ലൊരു കാര്യം. പിന്നെ എനിക്കൊരു സംശയം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ വാഹനം, ഒന്നാമത്തെ കാര്യം എല്ലാവരും തിരക്കായി. ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിലും തിരക്കുള്ള വ്യക്തികളാണ്. പെട്ടെന്ന് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തീർത്ത് തരാൻ പറ്റും. പെട്ടെന്ന് കൊണ്ട് തന്നാൽ പെട്ടെന്ന് തീർത്ത് തരാം. ബൈക്കാണെങ്കിൽ തലേ ദിവസം വിളിച്ചിട്ട് വരികയാണെങ്കിൽ മാത്രം. കാറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഡേയ്സ് വേണ്ടി വരും. 4 ഡേയ്സ് വേണ്ടി വരും. 4 ഡേയ്സ് ആണ് ഇതിൻ്റെ ടൈം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്കിപ്പോൾ വിളിക്കണോ അതോ ജസ്റ്റ് ഓടിങ് പോന്നാൽ മതിയോ? ഏത് ബൈക്കാണെങ്കിൽ നമ്മൾ തലേ ദിവസം വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ ഒരു ദിവസം ഇത്ര വണ്ടിയും കൂടുതൽ എടുക്കത്തില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഷോറൂമിലേക്ക് ഒരു രീതി പോലെയൊക്കെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു സ്ലോട്ട് മാർക്ക് ചെയ്ത് സാർ വിളിക്കുവാണെങ്കിൽ ആ ഒരു മാർക്കിംഗ് ഒരു സ്ലോട്ട് നമ്മൾ സാധനം ബുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ഷെഡ്യൂളായിട്ട് എടുക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു 8 മണിക്ക് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര മണിക്ക് തരാൻ പറ്റും എന്നുള്ളൊരു അപ്രോക്സിമേറ്റ് ടൈം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. വാവ്, നല്ലൊരു കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സമയം. കാരണം സമയത്തിന് വേണ്ടി എല്ലാവരും ഓടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമുക്കത് ബുക്ക് ചെയ്ത് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അപ്പോൾ എൻക്വയറീസും കാര്യങ്ങളൊക്കെ അത് ചോദിക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വണ്ടി ഇവിടെ കൊണ്ടുതരുമോ? നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ? അടുത്തുള്ളതൊക്കെയാണ് നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതിപ്പം ശരിക്കും ഇതിൻ്റെ സ്ഥലം ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, എന്നാലും നമ്മുടെ കറക്റ്റ് പറയാനാണെങ്കിൽ പില്ലർ നമ്പർ കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. 137 അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പില്ലർ നമ്പർ 137 വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം സ്റ്റിക്കറിൻ്റെ കേസ് തന്നെയാണ്. നാളെ ഒരു സമയത്ത് നിങ്ങളത് പറിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് വാഹനം വിൽക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു കോട്ടിങ്ങിൻ്റെ പുറത്ത് എത്ര സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞാൽ ഈ വാഹനം പുതിയതായിട്ടിരിക്കും. അതായത് പ്രത്യേകിച്ച് പുതിയ വാഹനം എടുക്കുന്ന ആൾക്കാർ ആദ്യം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചെയ്തിട്ട് ഒരു 5 വർഷം കഴിഞ്ഞാൽ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഹനം പുതിയതുപോലെ ആയിരിക്കും. പിന്നെ അതിനൊക്കെ ഈ ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷിങ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോളിഷിങ്ങിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറഞ്ഞുതരാം. പോളിഷ് ചെയ്യുന്ന സമയത്ത്, അതായത് നോർമൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്ലിയർ കോട്ട് കട്ട് ചെയ്ത് കളയുക. ഇത് പലരും അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർ വർഷത്തിൽ ഒന്ന് പോളിഷ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യം, ഈ പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്ന ക്ലിയർ കോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അവസാനം പെയിൻറ്റിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റ് ഫെയ്ഡ് ആകാനുള്ളൊരു കാരണം കൂടെ പെയിൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെ കഴിഞ്ഞ് നല്ലത് ഈ PPF ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലോസിനെസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. ഗ്ലോസിനെസ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഗ്ലോസി മാത്രമല്ല, നമുക്ക് മാറ്റും ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളെ ഇരിക്കുന്ന ഒരു ഗ്ലോസി വാഹനമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റ് വാഹനമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ മാറ്റ് ഗ്ലോസിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഗ്ലോസി സ്റ്റിക്കറും നമുക്ക് അവൈലബിൾ ആണ്. ഞാനൊരു ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഗ്ലോസിയും മാറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ഓപ്ഷൻസ് മാത്രം അവൈലബിൾ ആയിട്ട്. ബ്ലാക്ക് PPF ഉണ്ട്. ബ്ലാക്ക് PPF എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ റെഡ് കളർ ആണെങ്കിൽ ഈ റെഡിന് എനിക്ക് ബ്ലാക്ക് ആക്കാൻ പറ്റും. ഓക്കെ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ബ്ലാക്ക് വാഹനത്തിൽ മിക്കവാറും പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു നിയമമൊക്കെ വെച്ച് കുറച്ചൊരു സീൻ ആകാനുള്ള ചാൻസ് മുക്കിലൂടെ മാറ്റേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന മാറ്റും ഉണ്ട്, ഗ്ലോസി ബ്ലാക്കിൽ തന്നെ നമുക്ക് മാറ്റ് PPF ഉണ്ട്, ഗ്ലോസി PPF ഉണ്ട്. എനിക്കൊരു സംശയം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഈ ബ്ലാക്ക് PPF അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കിത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ
ഈ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ ഒരു പ്രശ്നം വരുമോ? നമുക്ക് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റും. പക്ഷേ പെയിന്റ് കട്ട് ഉണ്ടെങ്കിൽ അത് പോകില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് കളർ വണ്ടിയാണെങ്കിൽ പെയിന്റ് കട്ട് ഉണ്ടെങ്കിൽ റീപെയിന്റിങ്ങിലോട്ട് പോവാതെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് PPF ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസിറ്റീസ് ഒരു പെയിന്റ് അടിച്ച സെയിം ഫീൽ കിട്ടും. അത് ഗ്ലോസി നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. പൈസയും കുറവുണ്ട്. കാരണം ഒരു ടാങ്കൊക്കെ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എത്ര ചാർജ് വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു റേറ്റ് നമുക്ക് അവിടെ കുറയ്ക്കാൻ സാധിക്കില്ല. നല്ലൊരു പോയിന്റാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു റെഡ് സൈഡൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ ബ്ലാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ PPF ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കൊരു PPF ചെയ്യുന്ന നേരിട്ടൊന്ന് കാണാം. ആദ്യം തന്നെ ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. നമുക്ക് PPF ഇപ്പോൾ മൂന്ന് ലെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ കാണുന്ന വൈറ്റിന്റെ ഒരു ഇത്. പിന്നെ PPF അതിന് മുകളിൽ ഒരു ട്രാൻസ്പെറന്റ് ഒരു ലെയർ കൂടി ഉണ്ടാവും. മാറ്റാണോ വരുന്നത്? ഇതിപ്പോൾ ഗ്ലോസിയാണ് വരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മാറ്റാൻ തോന്നുന്നുണ്ട്, ഒരു ചെറിയൊരു ഫീല്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലോസി കുറച്ചുകൂടെ എൻഹാൻസ് ആയി കിട്ടും. ശരി. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് വാഷ് ചെയ്തു, പോളിഷ് ചെയ്തിട്ടില്ല. കാരണം ഇതിലിപ്പോൾ കറന്റ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. മൊത്തം വണ്ടിയാണ്. ഇപ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ക്രാച്ചസ് ഇല്ലെന്നുണ്ടെങ്കിൽ കഴിവൊന്നും പോളിഷ് ചെയ്യാതിരിക്കുന്നല്ലോ. ഒരു പെയിന്റിന്റെ കോട്ടും കൂടെ കളയാം, മീൻസ് ക്ലിയർ കോട്ട് കളയാതിരിക്കില്ല, നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഏതെല്ലാം ഫേഡിങ് ഉണ്ടെങ്കിൽ ഫേഡിങ് അല്ലെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോളിഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഷുവർ. ഇതാകുമ്പോൾ പുതിയൊരു വാഹനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. കസ്റ്റമറിനും അഡ്വാൻറ്റേജ് പുതിയൊരു വണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നാളെ ഒരു സമയത്ത് ഈ വാഹനം കൊടുക്കുകയാണെങ്കിലും പുള്ളിക്ക് ഇത് വരച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇരുന്നോളും. അതായത് നമ്മൾ ഈ കാണുന്ന അതിൻ്റെ ഒരു പ്രോസസ്സാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ സ്പ്രേ ചെയ്തത് ഒരു ഷാമ്പു ആണോ അതോ? ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ IP ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. IP ആൽക്കഹോൾ വാട്ടറിന് പകരം നമ്മൾ IP ആൽക്കഹോൾ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഒന്ന് ചൂടടിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതായത് ഹീറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അത് എടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഈ പശ വിട്ട് പോകത്തില്ല. ഇത് ഹീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ഗുണം. നമ്മളിപ്പോൾ ഈ കാണുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ PPF ചെയ്തതാണ്. പക്ഷേ ഈ ഒരു പോർഷനിൽ മാത്രം PPF ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ചെറിയ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലോട്ട് ആ സ്റ്റിക്കർ ഒട്ടത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന സെറാമിക് കോട്ടിംഗ് ആണ്. അപ്പോൾ സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പോർഷൻ ഫുള്ള് കവർ ചെയ്യണം. അതായത് ഈ പ്ലാസ്റ്റിക് പോർഷൻസ് ഫുള്ള് മാസ്ക് ചെയ്ത് മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം മാസ്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് ഫെയ്ഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പോളിഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെറാമിക് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ കാണാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ലെയറാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്കിപ്പോൾ 2 ലെയർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുകളിലോട്ട് പിന്നെ ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അതായത് ഈ ഒരു കോട്ടിങ്ങിൻ്റെ പുറത്തോട്ട് വെറുതെ നമ്മൾ 2-3 വട്ടം പെയിന്റ് കൂട്ടി അടിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ചെയ്ത് പോകുന്നത്. നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2 വർഷം വാറണ്ടി കൊടുക്കേണ്ടല്ലോ. ആദ്യത്തെ 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ ഒരു കോട്ടിങ് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് തന്നെ. അതായത് ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇയർ നമുക്കൊരു ഫ്രീ കോട്ടിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റ്. അല്ലാതെ ഈ 3 അല്ലെങ്കിൽ 4, 5 ലെയറൊക്കെ ചെയ്യുന്നതിൽ വലിയ അഡ്വാൻറ്റേജസ് ഇല്ല. ഓക്കെ. ശരിക്കും നമ്മളത് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 5 ലെയർ കോട്ടിംഗ്, 6 ലെയർ കോട്ടിംഗ്. അപ്പോൾ അതിൽ വലിയ ബെനിഫിറ്റ്സ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു പേര് നമുക്ക് പറയാം ഒരു 6 കോട്ടിംഗ് ഉണ്ടെന്നുള്ളത് മാത്രം. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും വരുന്നില്ല. ആ ഒരു എമൗണ്ട് കൂടി കസ്റ്റമർ പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പൈസയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വാഹനം കൂടെ ചെയ്യാം. കാരണം ഏതായാലും അടുത്ത 2 വർഷം വരെ ഏതായാലും നിങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും 2 വർഷം കഴിഞ്ഞാൽ ഇത് പോകുമോ അല്ലെങ്കിൽ മങ്ങലുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? നമ്മുടെ യൂസ് പോലെ ആയിരിക്കും. നമുക്ക് ആ ഒരു 2 ഇയർ പീരീഡ് നമുക്ക് കിട്ടും. സെറാമിക് നമുക്ക് 2 ഇയർ കിട്ടും. PPF കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. PPF നമ്മൾ പറയുന്നത് ഫിലിം ആയതുകൊണ്ട് സെറാമിക് നമ്മൾ യൂസ് പോലെ ആയിരിക്കും. നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. സെറാമിക് ആയാലും ഗ്രാഫിൻ കോട്ടിങ്ങിനായി നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും എങ്ങനെയാണെങ്കിലും. PPF കോട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഈ കാണുന്ന ഒരു മാറ്റ് പോർഷനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഈ ഒരു മാറ്റ് പോർഷനെ നമുക്ക് ഗ്ലോസി ആക്കണം. അതായത് നമുക്കൊരു എന്താ പറയുന്നത് മാറ്റായിട്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് മാറ്റി ഗ്ലോസി ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ മാറ്റാണ്. മാറ്റിൻ്റെ പുറത്ത് നമുക്ക് ഗ്ലോസി ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. കണ്ടോ? ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു മാറ്റിൻ്റെ ഡിഫറൻസും ഗ്ലോസിയും കൂടെ വന്ന സമയത്ത് അത് ഗ്ലോസി ആയത്. അതായത് നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഒരു മാറ്റ് വാഹനമാണെങ്കിൽ പോലും ആ മാറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്കത് ഗ്ലോസി ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫിലിം ചെയ്ത് അല്ലെങ്കിൽ PPF കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോസി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അതല്ല നമുക്കിത് ഫുള്ള് ബ്ലാക്ക് ആക്കണമെന്ന് വെച്ചോളൂ. ഈ ഒരു പോർഷനെല്ലാം ബ്ലാക്ക് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ കൂടി നമുക്ക് ബ്ലാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. നമുക്കൊരു മാറ്റിന് പകരം ഗ്ലോസി ബ്ലാക്ക് തന്നെ ഒന്ന് ജസ്റ്റ് നോക്കാതെ ഗ്ലോസി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മാറ്റാണെന്ന് നമുക്കറിയാം. മാറ്റ് വാഹനത്തിൻ്റെ പുറത്ത് നമ്മളൊരു ഗ്ലോസി ഫിലിമാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. ഗ്ലോസി ഫിലിം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ശരിക്കും ഗ്ലോസി ഫീൽ എങ്ങനെ കിട്ടുമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാറ്റിനെ അപേക്ഷിച്ച് ഗ്ലോസിയാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. കാരണം ഈ ഗ്ലോസി കാണുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ലൊരു തിളക്കവും ആ ഫീൽ കിട്ടുന്നതിൻ്റെ. അപ്പോൾ ശരിക്കും ഈ ഒരു ബ്ലാക്ക്, അതായത് ഇവിടെ ഒരു മാറ്റും കൂടെ വരുന്നുണ്ട്, ആ മാറ്റും ഈ ഒരു ഗ്ലോസിയും കൂടെ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പറിച്ച് കളയണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പശയോ കാര്യങ്ങളോ ഒന്നും നിൽക്കത്തില്ല, നമുക്ക് സ്വയമായിട്ട് തന്നെ ഇത് പറിച്ച് കളയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും ഈ ടാങ്ക് നമ്മൾ കണ്ടായിരുന്നു, ഗ്ലോസിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഗ്ലോസി മാറ്റി നമുക്ക് ഒന്ന് മാറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ വ്യത്യാസം വരുന്നതെന്ന് കൂടെ നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു മാറ്റ് സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. ഈ മാറ്റും ഈ ഗ്ലോസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. യെസ്, ഇപ്പോൾ നമുക്ക് ആ രണ്ടിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു മാറ്റ് സർഫസ് എങ്ങനെയുണ്ട്, ഒരു മാറ്റ് സർഫസ് എങ്ങനെയുണ്ട്, ഒരു ഗ്ലോസി സർഫസ് എങ്ങനെയുണ്ടെന്ന്. ചിലർക്ക് ഈ ഒരു പോർഷനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസി പോർഷനാണ് ഏറ്റവും ഇഷ്ടം. കാരണം കാണുമ്പോൾ ആ ഒരു തിളക്കം ഫീൽ ചെയ്യണം. പക്ഷേ ഇതൊരു എനിക്ക് അത്രയും ഓക്കെ തോന്നുന്നില്ല. പക്ഷേ കുറേ പേർക്ക് മാറ്റ് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇത് സൂട്ട് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് PPF കോട്ടിങ്ങിൻ്റെയും സെറാമിക് കോട്ടിങ്ങിൻ്റെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ വിളിക്കാൻ സാധിക്കും. ഞാൻ താഴെ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ നമ്പറിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം കൂടെ പറയാം. ടൈമിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു, ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് വരാൻ സാധിക്കും. അതായത് എത്ര സമയത്താണ്, ഏത് സമയത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സമയം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതിൻ്റെ ഫോളോ അപ്പിങ്ങും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതിനുവേണ്ടി മാത്രം സെപ്പറേറ്റ് സ്റ്റാഫ് ഉണ്ട്. അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പേ വിളിച്ച് ചോദിക്കും, തലേ ദിവസം വിളിച്ച് ചോദിക്കും, കൺഫേം ആണെന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതും പോരാൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, സൺഡേസ് ഇവർ വർക്കിംഗ് ആണ്. കാരണം പൊതുവെ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. അപ്പോൾ സൺഡേസ് ആകുമ്പോഴത്തേക്ക് ഇവർ വർക്കിംഗ് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സൺഡേ കൊണ്ട് കൊടുക്കാനും സാധിക്കും. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് തന്നെയാണ്. അപ്പം ഇത്ര നേരം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അശ്വിനോട് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുണ്ട്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പുതിയതായിട്ട് പഠിപ്പിച്ചു തന്നു. കാരണം എനിക്ക് അറിയാൻ മേലാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അത് പഠിക്കാൻ സാധിക്കും. അതിൽ ഒരുപാട് സന്തോഷം. ഏതായാലും ഒരുപാട് ക്ലയൻസിനെ കിട്ടട്ടെ. താങ്ക് യു. ഇവരുടെ ബാക്കിയുള്ള പ്രത്യേകത നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഡീപ്പായിട്ടുള്ള ഇൻറ്റീരിയർ ക്ലീനിങ്സും ഇവർക്ക് അവൈലബിൾ ആണ്. അതായത് ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് വാഹനം പുതിയതുപോലെ ആക്കുന്ന രീതിയും, പിന്നെ ഈ പറഞ്ഞ പോലെ പോളിഷിങ്ങും സെറാമിക് കോട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കൺഫേം ആക്കി നേരെ ഇങ്ങനെ പോരാം. PPF കോട്ടിംഗ് അല്ലാതെ സെറാമിക് കോട്ടിങ്ങും ഗ്രാഫൈൻ കോട്ടിങ്ങും കൂടാതെ ഇവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഡയമണ്ട് കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഡയമണ്ട് കോട്ടിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും ഡയമണ്ട് കോട്ടിംഗ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു ഹൈഡ്രോഫോബിക് കോട്ടിംഗ്, അതായത് ശരിക്കും ഒരു ഹൈഡ്രോഫോബിക് കോട്ടിംഗ് നമുക്ക് അതിൻ്റെ പുറത്ത് കിട്ടുന്നതായിരിക്കും. അതായത് വെള്ളം പോലും പറ്റി പിടിക്കുന്ന ഒരു ഫീൽ വരത്തില്ല. അതായത് ചേമ്പലയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു ഫീൽ പോലെ കിട്ടും. പിന്നെ വളരെ കാണാനും ഭംഗിയായിരിക്കും ഡയമണ്ട് കോട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.